അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ കഴിഞ്ഞ 2023-24 കൊല്ലപരീക്ഷയിലെ ലിസാനിൻ്റെ പേപ്പറാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാം, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ആദ്യത്തെ പ്രവർത്തനം നൂസുലു ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ഇവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം തിൽക്ക എന്ന് കൊടുത്തിട്ടുണ്ട്, ദാലിക്ക എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വ്യക്തമാക്കി പറയുന്നുണ്ട് കേട്ടോ വീഡിയോ. അപ്പോൾ ഇവിടെ 2 കൊടുത്തിട്ടുള്ളൂ, തിൽക്ക ദാലിക്ക. രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്, അത് എന്ന് തന്നെയാണ് രണ്ടിൻ്റെയും അർത്ഥം. പക്ഷെ അത് ഉപയോഗിക്കുന്നത് സിമ്പിളാണ്. തിൽക്ക എന്നത് അവസാനം താ ഉള്ള വാക്കിന് മാത്രമാണ് തിൽക്ക ഉപയോഗിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും. താഴെ കൊടുത്തിട്ടുള്ള 6 വാക്കുകളുണ്ട്, അതിൽ തിൽക്ക എന്നത് ഉപയോഗിക്കുന്നത് അവസാനം താ ഉള്ള പദത്തിന് മാത്രം. ദാലിക്ക ഉപയോഗിക്കുന്നതോ അവസാനം താ ഇല്ലാത്തതിന്. അതാണ് ഇതിൽ കാര്യമായിട്ട് പറയണുള്ളൂ, വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നൂസുലു ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഒന്നാമത്തത് നോക്കൂ, ഡാഷ് ഷജറത്തുൻ, ഡാഷ് ഷജറത്തുൻ. അവിടെ ഇനി എന്ത് ചെയ്യുക, ഏതാ ചേർക്കേണ്ടത്? അത് മരമാണ് എന്നതിന് അവിടെ തിൽക്കയാണ്, കാരണം ഷജറത്തുൻ എന്നതിൻ്റെ അവസാനം താ വന്നിട്ടുണ്ട്. 2 ഡാഷ് സഫർജലുൻ, അവിടെ യോജിച്ചത് ദാലിക്കയാണ്. ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാം ദാലിക്ക, കാരണം എന്താ? അവസാനം താ ഇല്ല. സഫർജലുൻ എന്നതിൻ്റെ അവസാനം താ ഇല്ല. ദാലിക്ക സഫർജലുൻ, അത് സബർജലിയാണ്. 3 ഡാഷ് ലിവാ ഉൻ, അതിൻ്റെ തുടക്കത്തിൽ കൊടുക്കേണ്ടത് ഏതാണ്? ദാലിക്ക എന്നാണ്. അവസാനം താ ഇല്ലാത്തത് കൊണ്ട് ദാലിക്ക. ദാലിക്ക ലിവാ ഉൻ, അത് കൊടിയാകുന്നു. 4 ഡാഷ് മഷായത്തുൻ, അവസാനം താ ഉണ്ട്, അപ്പം അതുകൊണ്ട് തിൽക്ക കൊടുക്കുക. തിൽക്ക മഷായത്തുൻ, അത് വാക്കറാണ്. 5 ഡാഷ് കാറൂറത്തുൻ, കാറൂറത്തുൻ എന്നതിൻ്റെ അവസാനം താ ഉണ്ട്, അപ്പം നമുക്ക് ചേർക്കേണ്ടത് തിൽക്ക. തിൽക്ക കാറൂറത്തുൻ, അത് കുപ്പിയാണ്. 6 ഡാഷ് സഅഫറാൻ, അത് കുങ്കുമമാണെന്ന് പറയണം. ദാലിക്ക സഅഫറാൻ, അത് കുങ്കുമമാണ്. അപ്പോൾ ഇവിടെ താ ഇല്ലാത്തത് കൊണ്ട് ദാലിക്ക ചേർത്തു. ഇനി 2ാമത്തെ പ്രവർത്തനം, നുൻഷി ഉൽ അസ്ഇലത കമാ ഫിൽ മിസാലി, ഉദാഹരണത്തിൽ കൊടുത്ത പോലെ ചോദ്യം തയ്യാറാക്കാനാണ്. ഇവിടെ 1ാമത്തതിൻ്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട്. മാഹാദ, ഇതെന്താകുന്നു. അപ്പോൾ അവിടെ സ്ലൈറ്റിൻ്റെ ചിഹ്നമാണ് കാണുന്നത്. അപ്പോൾ അതിന് നേരെ എഴുതി കൊടുക്കേണ്ടത് എന്താണ്? ലൗഹൻ എഴുതിയാൽ മാത്രം പോരാ, കാരണം ചോദ്യത്തിലുള്ള അതും കൂടെ എഴുതണം. ഹാദ, അപ്പോൾ എന്ത് പറയുക? ഹാദ ലൗഹൻ, ഇത് സ്ലേറ്റ് ആകുന്നു. അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 2ാമത്തത് നോക്കൂ, അവിടെ ചോദ്യം തയ്യാറാക്കിയിട്ടില്ല, പക്ഷെ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കുടയാണ്. അതിൻ്റെ നേരെ കൊടുത്തിട്ടുള്ള നോക്കൂ, ഹാദിഹി ഷംസിയ്യത്തുൻ, ഇത് കുടയാകുന്നു. ഇവിടെ ഹാദിഹി എന്നാണ് കൊടുത്തത്, കാരണം അത് ഷംസിയ്യത്തുൻ എന്നതിൽ താ ഉണ്ട്, അപ്പം അതുകൊണ്ട് ഹാദിഹി എന്ന് കൊടുക്കുക. ഇവിടെയല്ല നമ്മളെ വിഷയം. ഇനി ചോദ്യം എങ്ങനെ തയ്യാറാക്കും? ചോദ്യം തയ്യാറാക്കുമ്പോൾ ഹാദിഹി എന്നത് എന്ത് ചെയ്യണം? അവിടേക്ക് എടുത്തെഴുതുക. അതിൻ്റെ തുടക്കത്തിൽ മാ എന്ന് കൊടുക്കുക. മാ ഹാദിഹി, ഇതെന്താകുന്നു എന്നുള്ള ചോദ്യം. മാ ഹാദിഹി, ഇതെന്താകുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഹാദിഹി ഷംസിയത്തുൻ, ഇത് കുടയാകുന്നു. ഇനി 2 എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? പന്താണ്. ഹാദിഹി കുറത്തുൻ, ഇത് പന്താകുന്നു. അതിനി എന്ത് ചെയ്യണം? ചോദ്യം തയ്യാറാക്കാം. എന്ത് ചെയ്യുക? ആദ്യം ഹാദിഹി എന്നെടുത്ത് എഴുതുക, അതിൻ്റെ തുടക്കത്തിൽ മാ എന്നും കൊടുക്കുക. മാ ഹാദിഹി, ഇതെന്താകുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഹാദിഹി കുറത്തുൻ, ഇത് പന്താകുന്നു. 3ാമത്തത് പെൻസിലാണ്. പെൻസിലിൻ്റെ നേരെ കണ്ടില്ലേ? ഹാദ മിർസമൻ, ഇത് പെൻസിലാകുന്നു. അപ്പോൾ ഇനി അതിൻ്റെ തുടക്കത്തിൽ ചോദ്യം തയ്യാറാക്കണം. മാ ഹാദ, ഹാദ എന്ന ചേർത്ത് കൊടുക്കുക, കാരണം ഹാദ മിർസമൻ എന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിന് യോജിച്ച ചോദ്യമായിരിക്കണം. മാ ഹാദ, ഹാദ വെച്ച് തന്നെ ചോദ്യം തയ്യാറാക്കുക.
ഇനി അടുത്ത പ്രവർത്തനമാണ് മൂന്നാമത്തെ പ്രവർത്തനം. നുജീബു ഫിൽ ലുഗത്തിൽ അറബിയത്തി. അറബി ഭാഷയിൽ നമുക്ക് ഉത്തരം എഴുതാനാണ്. ഇവിടെ ചിത്രങ്ങൾ 4 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചോദ്യം കൊടുത്തിട്ടുണ്ട്. മാ ദാലിക്ക, അതെന്താകുന്നു. അപ്പോൾ അവിടെ ചന്ദ്രനാണ് അല്ലേ. ദാലിക്ക ഹിലാലുൻ, അത് ചന്ദ്രനാകുന്നു എന്ന് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കാം. രണ്ടാമത്തെ ചിത്രം നോക്കാം. മാ തിൽക്ക, അതെന്താകുന്നു. അപ്പം അത് എന്താണ്, ഹെലികോപ്റ്ററാണ്. അതിനെന്താ പറയുക, ഹവ്വാമത്തുൻ. അപ്പോൾ അത് ഹെലികോപ്റ്ററാണെന്ന് പറയണമെങ്കിൽ അവിടെ ഹവ്വാമത്തുൻ എന്നതിൽ താ ഉണ്ടല്ലോ, അതുകൊണ്ട് ദൂരത്തുള്ളൊരു വസ്തുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ തിൽക്കയാണ് ചേർക്കുക. ദാലിക്കയുണ്ട് തിൽക്കയുണ്ട്. പക്ഷേ തിൽക്ക ചേർക്കുന്നത് പറയപ്പെടുന്ന വസ്തുവിൽ താ ഉണ്ടെങ്കിലാണ് അവസാനം. ഇവിടെ ഹവ്വാമത്തുൻ എന്നതിൽ താ ഉണ്ടായത് കൊണ്ട് തിൽക്ക എന്നത് മുമ്പിൽ ചേർത്ത് കൊടുക്കുക. തിൽക്ക ഹവ്വാമത്തുൻ, അത് ഹെലികോപ്റ്ററാണ്. മൂന്നാമത്തത് മാ തിൽക്ക, അതെന്താണ്. ഇവിടെ കാറ് കാണുന്നുണ്ട്. കാറിന് നമ്മൾ അറബിയിലൊരു പേര് പഠിച്ചിട്ടുണ്ട്, സയ്യാറത്തുൻ. അപ്പോൾ അവിടെ തിൽക്ക സയ്യാറത്തുൻ, അത് കാറാകുന്നു. തിൽക്ക സയ്യാറത്തുൻ, അത് കാറാകുന്നു. ഇനി ലാസ്റ്റത്തെ മാ തിൽക്ക, ഇതെന്താകുന്നു. അവിടെ ഒരു വീട് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ എഴുതുക, ദാലിക്ക എന്നാണോ തിൽക്ക എന്നാണോ കൊടുക്കുക. അറബിയിൽ ദാറുൻ എന്നാണ് വീടിന് പറയാം. അപ്പോൾ ഇവിടെ എന്താ ചേർക്കുക, തിൽക്കയാണോ. അതെ, തിൽക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം അത് മുഅന്നസാണ്. അത് ആദ്യം തന്നെ മുഅന്നസാണ്. പക്ഷേ ഇതിൻ്റെ അവസാനം താഗ് കാണൂല. ഈ വാക്കിൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ തിൽക്ക എന്നത് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ദാലിക്ക പറ്റൂല. തിൽക്ക ദാറുൻ, അത് വീടാകുന്നു. ഇനി അടുത്ത പ്രവർത്തനം നുവഫിഖ്, നമുക്ക് യോജിപ്പിക്കാം. അതായത് വലതുഭാഗത്ത് അറബി കൊടുത്തിട്ടുണ്ട്, അതിന് യോജിച്ച അർത്ഥം ഇടതുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോട് എടുത്ത് എഴുതാൻ വേണ്ടത്. ഒന്നാമത്തത് ഫനസുൻ, ചക്ക. ചക്ക കണ്ടില്ലേ, കുളത്തിലുണ്ടാവും, എടുത്ത് എഴുതാം. 2 സുല്ലമുൻ, സുല്ലമുൻ കോണി. 3 ജവ്വാലുൻ, ജവ്വാലുൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ. 4 സല്ലത്തുൻ, സല്ലത്തുൻ എന്താണ്, കൊട്ട. ഈ സല്ലത്തുൻ എന്നതും സുല്ലമുൻ എന്നതും ചിലപ്പോൾ മാറിപ്പോകും കേട്ടോ, ശ്രദ്ധിക്കുക. 5 സഫീനത്തുൻ, സഫീനത്തുൻ കപ്പൽ. 6 മൽഫൂഫുൻ, കാബേജ്. 7 സജ്ജാദത്തുൻ, നിസ്കാരപ്പായ. സജ്ജാദത്തുൻ നിസ്കാരപ്പായ. 8 ഹബ്ബത്തുൻ, ഹബ്ബത്തുൻ എന്ന് പറഞ്ഞാൽ വിത്ത്. ഇനി അടുത്ത പ്രവർത്തനം നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താൻ. അതായത് അറബിയിലാണ് കൊടുത്തിട്ടുള്ളത്, അത് അറബി മലയാളത്തിലേക്ക് മാറ്റാൻ. 1 ദാലിക ഐനബുൻ ഹുൽവുൻ, ദാലിക ഐനബുൻ ഹുൽവുൻ. ഇതിൽ ഐനബുൻ എന്ന് നമുക്കറിയാം, മുന്തിരി അല്ലേ. പക്ഷെ ഹുൽവൻ എന്നാൽ എന്താണ്, മധുരമുള്ള. ദാലിക ഐനബുൻ ഹുൽവുൻ, അത് മധുരമുള്ള മുന്തിരിയാകുന്നു. 2 ഹാദ അംഫി, ഹാദ ഇത് അംഫി എൻ്റെ മൂക്കാണ്. അൻഫുൻ മൂക്ക് എന്നർത്ഥം. അൻഫി എന്ന് പറഞ്ഞാൽ എൻ്റെ മൂക്ക്. ഹാദ അൻഫി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ മൂക്കാകുന്നു. മനസ്സിലായില്ലേ. ഇനി അടുത്ത പ്രവർത്തനം നുഅരിബു, അറബിയാക്കാനാണ്. ഇതെൻ്റെ പേനയാകുന്നു. എങ്ങനെ പറയും, അതിന് ഇത് എന്ന് ആദ്യം പറയണം. കലമുൻ എന്നതിൽ ത ഇല്ലല്ലോ, അപ്പോൾ ഏതാ ചേർക്കുക, ഹാദ അല്ലേ. ഹാദ കലമി, കലമുൻ എന്നതിൻ്റെ അവസാനം യാ കൊടുത്താൽ മതി. ഹാദ കലമി, ഇതെൻ്റെ പേനയാകുന്നു. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ 2ാം ക്ലാസ്സിലെ ലിസാനിലെ ചോദ്യോത്തരങ്ങൾക്ക് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.